ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ്. ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും അമ്മേ അച്ഛൻ വന്നു. ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ്. ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും തന്നെ ന്യൂക്ലിയസിൽ. ഇത് പഠിക്കാൻ വേണ്ടിയുള്ള വായനയാണോ അതോ അച്ഛനെ അമ്മയും നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ? രണ്ടിനും കൂടിയാ. പഠിക്കുകയും ചെയ്യാം, എല്ലാരും കേൾക്കുകയും ചെയ്യും. ഇപ്പം വക്കീലാകൂടി ഉരുളയ്ക്ക് ഉപ്പേരിയാ. അച്ഛൻ തനി പോലീസാ. വലത് കാൽ വെച്ച് കയറിയാലും കുറ്റം, ഇടത് കാൽ വെച്ച് കയറിയാലും കുറ്റം. മനസ്സിൽ വായിച്ച ചോദിക്കും പുസ്തകത്തിൽ നോക്കി എന്ത് ഗിനാവാടാ കാണുന്നത്. ഉറക്ക വായിച്ച അതും കുറ്റം. എങ്ങനെയെങ്കിലും വായിക്കൂ, പക്ഷെ റിസൾട്ട് വരുമ്പോ ഫസ്റ്റ് ക്ലാസ് വേണം. അല്ല അതിന്റെ തനി സ്വഭാവം പുറത്തു വരും. അടിച്ച് തൊടയിലെ തൊലിയാൻ പൊളിക്കും. ഇവ കാടുക്കളപ്പണി ഒഴിച്ചിട്ട് നേരമില്ലേ? അടുത്ത മാസം പരീക്ഷയാ. ഞാനെന്ത് ചെയ്യാനാ? പുസ്തകം എടുത്ത് 4 അക്ഷരം വായിക്കാൻ പറഞ്ഞ ഉടനെ ഇറങ്ങും കുടവും എടുത്ത്. പിന്നെ പാത്രം തേപ്പായി അലക്കായി. അതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് സുഖമായി. അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി പഠിക്കടി എന്ന് പറഞ്ഞാൽ ചേച്ചിയോട്. പിന്നെ അമ്മയ്ക്ക് ഒരിടത്തിരുന്നാ മതിയല്ലോ. പോണ അവിടുന്ന്. വേനലിലും പറ്റാത്ത കിണറുള്ള ഒരു വീട് നോക്കണം. ഇനി 2-3 മാസം വെള്ളം ചുമന്ന് ചാവും. നോക്കാം, നമ്മുടെ കയ്യിൽ ഒതുങ്ങിയത് കിട്ടണ്ടേ. ഇതിന് തന്നെ വാടക കൂട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞ ആ സാഹിബ് സൗകര്യം തരണില്ല. സേതുവിന്റെ ഇന്റർവ്യൂവും പേഴ്സണാലിറ്റി ടെസ്റ്റും ഒന്ന് കഴിഞ്ഞ് കിട്ടി നമ്മൾ രക്ഷപ്പെട്ടടി. പിന്നെ നിനക്ക് ഏതുതരം വീട് വേണം? ഈശ്വര, എല്ലാം ഒന്ന് നേരെയാക്കി തരണേ. ഒക്കെ നടക്കും. ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടടി. അവനെ സല്യൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പെൻഷൻ പറ്റി പിരിയാൻ. എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛൻ വന്നു. അതിന് ഞാൻ എന്താ വേണം? തലയും കുത്തിക്കണം. ആ തലയും കുത്തി നിന്നു, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ചീത്ത. വ്യായാമം ചെയ്യുന്നില്ല, തടി കൂടുന്നു, തോന്നിയാസാണെന്നൊക്കെ പറഞ്ഞു. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ശീർഷാസനത്ത് നിൽക്കുമ്പോ അവിടെ സംസാരം. ശീർഷാസനത്ത് നിൽക്കുമ്പോ സംസാരിക്കരുത്, വെള്ളവും വിലങ്ങും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്താൻ എന്നോട് പറയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയതാ. ഈ എക്സർസൈസ് പറ്റി വല്ല വിവരമുണ്ടോ ഇവക്ക്? അല്ലേ അച്ഛാ? അതെ അതെ, എന്നാലും 2 മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ അത് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്നെന്ന് അച്ഛന് കംപ്ലൈന്റാ. ഇതൊന്ന് കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. എന്തോ? അല്ല, ഈ മേധസ്സൊക്കെ കളഞ്ഞ് നല്ല സ്ലിം ആയി. അതിനെ ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യണം. പിന്നെ നിന്റെ ഈ വലിച്ചുവാനുള്ള തീറ്റ ഉണ്ടല്ലോ, അത് നിർത്തണം. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കുന്നത്? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നീ എക്സർസൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ദിവസവും ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അല്ലടി, ഒറ്റ വീക്കെന്നുണ്ടല്ലോ ഞാൻ കണ്ടല്ല. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ടായിരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ? ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണ്ടേ? അത് ചില്ലറ കാര്യ. എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക. അല്ല അതെ, അതും വേണം, ഒപ്പം ഫിസിക്കൽ ഫിറ്റ്നസും വേണം. നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല. അത് അച്ഛൻ പറയുന്നതിൽ കൂടുതൽ ഒരു തരി. പോയിരുന്ന് പഠിക്കടി. അതാ വരുന്നു. നീ കാപ്പി കുടിക്കാൻ വരുന്നുണ്ടോ? അച്ഛനും ഏട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാ. ഇത്തിരി വെയിറ്റ് ചെയ്യട്ടെ. അയ്യേ, ഇതെന്താ നിന്റെ മുഖത്ത്? നിന്റെ പേരാണ് മീശ. മേടാ അച്ഛന്റെ മൂത്ത മകനാരാ? എന്താ? അല്ല, ഇവനാണെന്നൊരു സംശയം.
ഇങ്ങോട്ട് നോക്കിയടാ. എന്താ ഈ മുഖത്ത് വരച്ചു വെച്ചിരിക്കുന്നത്? മീശ അല്ലാതെ എന്താ? ഒന്ന് കറുപ്പിച്ചേ ഉള്ളൂ. തുടച്ചില്ലടാ, തുടച്ചളയാൻ. ഉടച്ചു കളയടാ. ഒരു മീശ വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഈ വീട്ടിൽ? എന്റെ മക്കളെ ഞാനൊരു ഈർക്കിലെടുത്ത് പോലും തല്ലിയിട്ടില്ല. നീ എന്നെ ഇത് മേടിക്കും. ഇവൻ മിക്കവാറും മേടിക്കും. എന്റെ അമ്മ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്തോ ഇത് 2 ഇഡലിയോ? ചുമ്മാ അതല്ല ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നത്. നീ 10-15 എണ്ണം തിന്നുന്നല്ലേ? അല്ല, അതാ പറഞ്ഞത്, ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ. പോടാ അവിടുന്ന്. അമ്മയ്ക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എനിക്കറിയില്ലേ. ദേ ഇവിടെ ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. 2 ഇഡലിയൊക്കെ കഴിക്കാം അല്ലേ അച്ഛാ? രാവിലെ 2 കഴിക്കാം. ഒരു പഴവും ഉള്ള പാലും ആകാം. 2 മുട്ട, 4 ഏത്തപ്പഴം. ഒന്ന് മിണ്ടാണ്ട് കഴിച്ചിട്ട് പോ. ഒരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇല്ല, ഇവൻ മേടിക്കും. കഴിക്കും.